നിങ്ങളുടെ അടുത്ത പോർഷനാണിത്, കനാൽ ഡിസൈൻ എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ സിലബസിൽ പറയുന്ന രണ്ട് മെത്തേഡാണ്. അതാണ് ഡിസൈൻ ഓഫ് കനാൽസ് ഈസ് ഡൺ മെയിൻലി ബൈ ലേസീസ് തിയറി, കെനഡീസ് തിയറി. ഈ രണ്ട് തിയറിയും വെച്ചുള്ള പ്രോബ്ലംസ് വരും. കനാൽ ഡിസൈൻ ചെയ്യാനായിരിക്കും ചോദിക്കുന്നത്. 10 മാർക്കിന് അല്ലെങ്കിൽ 8 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ലേസീസ് തിയറി നോക്കാം. ലേസീസ് റെജീം തിയറി എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആദ്യം എന്താണ് ഈ റെജീം ചാനൽ എന്നുള്ള കാര്യം നോക്കാം. എ ചാനൽ ഈസ് സെഡ് ടു ബി ഇൻ റെജീം ഇഫ് ദെയർ ഈസ് നെയ്തർ സിൽറ്റിംഗ് നോർ സ്കോറിങ്. അപ്പോൾ നിങ്ങൾക്ക് സിൽറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തുവാണെന്ന് നിങ്ങൾക്ക് അറിയാം. അതായത് ഈ കനാൽസിലും ഒക്കെ അഡീഷണലായിട്ട് സെഡിമെൻറ്റ്സോ അല്ലെങ്കിൽ ചെറിയ സെഡിമെൻ്ററി പാർട്ടിക്കിൾസൊക്കെ വന്ന് അടിഞ്ഞുകൂടുന്നതിനെയാണ് നമ്മൾ സിൽറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി സ്കോറിങ് എന്ന് പറഞ്ഞാൽ സിൽറ്റിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റ്. സിൽറ്റിങ്ങിൽ അഡീഷൻ ഓഫ് സെഡിമെൻറ്റ്സ് ആയിരുന്നെങ്കിൽ സ്കോറിങ്ങിൽ നേരെ തിരിച്ച് റിമൂവലായിരിക്കും. അതായത് ഈ സെഡിമെൻറ്റ്സ് അല്ലെങ്കിൽ സെഡിമെൻ്ററി പാർട്ടിക്കിൾസൊക്കെ റിമൂവ് ചെയ്യുന്നതിനെയാണ് സ്കോറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒരു ചാനൽ റെജീമിലാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിനകത്ത് ആ ഒരു ചാനലിനകത്ത് അല്ലെങ്കിൽ ആ ഒരു കനാലിനകത്ത് സിൽറ്റിങ്ങും സംഭവിക്കത്തില്ല, അതുപോലെ സ്കോറിങ്ങും സംഭവിക്കത്തില്ല. അപ്പോൾ അക്കോർഡിംഗ് ടു ലേസി ദെയർ മേ ബി 3 റെജീം കണ്ടീഷൻസ്. അപ്പോൾ ഇതാണ് തിയറി പറയുന്ന കാര്യം. അക്കോർഡിംഗ് ടു ലേസി ദെയർ മേ ബി 3 റെജീം കണ്ടീഷൻസ്: ട്രൂ റെജീം, ഇനിഷ്യൽ റെജീം ആൻഡ് ഫൈനൽ റെജീം. അപ്പോൾ ഇതിൽ ഓരോന്നിൻ്റെയും കണ്ടീഷൻസ് എന്തോന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ട്രൂ റെജീം. എ ചാനൽ ഈസ് സെഡ് ടു ബി ഇൻ ട്രൂ റെജീം ഇഫ് ദി ഫോളോയിങ് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. ഇപ്പോൾ ഇത്രയും കണ്ടീഷൻസ് ആണ് പറയുന്നത്. ഡിസ്ചാർജ് ഈസ് കോൺസ്റ്റൻറ്റ്, ഫ്ലോ ഈസ് യൂണിഫോം, സിൽറ്റ് ചാർജ് ഈസ് കോൺസ്റ്റൻറ്റ്, ദാറ്റ് ഈസ് എമൗണ്ട് ഓഫ് സിൽറ്റ് ഈസ് കോൺസ്റ്റൻറ്റ്, അതുപോലെ സിൽറ്റ് ഗ്രേഡ് ഈസ് കോൺസ്റ്റൻറ്റ്, ദാറ്റ് ഈസ് ദി ടൈപ്പ് ആൻഡ് സൈസ് ഓഫ് സിൽറ്റ് ഈസ് ഓൾവേസ് ദി സെയിം. പിന്നെ അതുപോലെ തന്നെ ഫിഫ്ത്ത് വൺ എന്ന് പറഞ്ഞാൽ ചാനൽ ഈസ് ഫ്ലോയിങ് ത്രൂ എ മെറ്റീരിയൽ വിച്ച് ക്യാൻ ബി സ്കോർഡ് ആസ് ഈസിലി ആസ് ഇറ്റ് ക്യാൻ ബി ഡെപ്പോസിറ്റഡ് ആൻഡ് ഈസ് ഓഫ് ദി സെയിം ഗ്രേഡ് ആസ് ഇറ്റ് ഈസ് ട്രാൻസ്പോർട്ടഡ്. അതാണ് നമുക്കൊരു ചാനലിനകത്ത് ഒരു മെറ്റീരിയൽ ഫ്ലോ ചെയ്യുമ്പോൾ അതിനകത്ത് സ്കോറിങ് സംഭവിക്കുന്ന അതേ വേഗത്തിൽ തന്നെ വേണം അതിനകത്ത് സിൽറ്റിങ്ങും സംഭവിക്കാൻ. അതാണ് പറയുന്നത്. അതാണ് ചാനൽ ഈസ് ഫ്ലോയിങ് ത്രൂ എ മെറ്റീരിയൽ വിച്ച് ക്യാൻ ബി സ്കോർഡ് ആസ് ഈസിലി ഇറ്റ് ക്യാൻ ബി ഡെപ്പോസിറ്റഡ് ആൻഡ് ഓഫ് ദി സെയിം ഗ്രേഡ് ആസ് ഇറ്റ് ഈസ് ട്രാൻസ്പോർട്ടഡ്. But in practice, all these conditions can never be satisfied, and therefore artificial channels can never be in true regime. They can be either in initial regime or final regime. അതായത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഈ ട്രൂ റെജീമിൻ്റെ ഈ കണ്ടീഷൻസ് ഒന്നും ഒരിക്കലും ഒരു ചാനലിലും നമുക്കത് കാണാൻ കഴിയത്തില്ല. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഇതൊക്കെ ഒരു ഇമാജിനറി ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. നമുക്ക് ഒരു ചാനലിലും അങ്ങനെ ഇത്ര ഒരു ഈ ട്രൂ റെജീമിൽ പറയുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ചാനലോ കാണത്തില്ല. അപ്പോൾ അതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന കൂടുതലും ദേ ക്യാൻ ബി എയ്തർ ബീൻ ഇനീഷ്യൽ റെജീം ഓർ ഫൈനൽ റെജീമിൽ മാത്രമേ ഇതൊക്കെ ഒരു റിയലിസ്റ്റിക് ആയിട്ട് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനകത്ത് എന്താണ് ആ പറഞ്ഞിരിക്കുന്ന ഇനീഷ്യൽ റെജീം ഫൈനൽ റെജീമിൻ്റെ കാര്യം നോക്കാം. ഇനിഷ്യൽ റെജീമിൻ്റെ കണ്ടീഷൻസ് ആണിത്. ബെഡ് സ്ലോപ്പ് ഓഫ് എ ചാനൽ വേരീസും ക്രോസ് സെക്ഷൻ ഓർ വെറ്റഡ് പെരിമീറ്റർ റിമെയിൻസ് അൺഅഫക്റ്റഡ്. അപ്പോൾ ഇനിഷ്യൽ റെജീമിൻ്റെ കേസിൽ ഈ പറയുന്ന രണ്ട് കണ്ടീഷൻസേ ഉള്ളൂ. അപ്പോൾ ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരുപാട് ചാനൽസും കാണും. അതുപോലെ തന്നെയാണ് ഫൈനൽ റെജീമിൻ്റെ കേസിലും. All the variables such as perimeter, depth, slope, etc. are equally free to vary and achieve permanent stability called final regime. അപ്പോൾ ഫൈനൽ റെജീമിൻ്റെ കേസിൽ ഇവർ ഈ പെരിമീറ്ററും ഡെപ്തും സ്ലോപ്പും എല്ലാം വേരി ചെയ്യാൻ പറ്റും എന്നാണ് അതിൻ്റെ കണ്ടീഷൻസ്. അതുകൊണ്ട് അങ്ങനത്തെ കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്യുന്ന കനാൽസും ഒരുപാടുണ്ട്. അതുകൊണ്ടാണ് അവർ നേരത്തെ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇനിഷ്യൽ റെജീമും ഫൈനൽ റെജീമും മാത്രമായിരിക്കും ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള കനാൽസ് കാണാൻ പറ്റുന്നത്. ബാക്കി ട്രൂ റെജീം എന്നൊക്കെ ഉള്ളത് കൂടുതലും ഒരു ഇമാജിനറി ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. അതൊരിക്കലും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് ലേസീസ് തിയറത്തിൽ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ലേസീസ് തിയറം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ പറയണം. എന്താണ് റെജീം ചാനൽ എന്നുള്ളത് പറയണം. ആ റെജീം ചാനലിൽ 3 റെജീം കണ്ടീഷൻസ് ഉണ്ട്. അതായത് ട്രൂ റെജീം എന്താണ്, ഇനീഷ്യൽ റെജീം എന്താണ്, ഫൈനൽ റെജീം എന്താണ്, അതിൻ്റെ ഓരോ കണ്ടീഷൻസും കാര്യങ്ങളും പറഞ്ഞാൽ മാത്രമേ ലേസീസ് റെജീം തിയറി കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഇനി അതിൻ്റെ പ്രോബ്ലമാണ്. അതായത് നമുക്കൊരു കനാൽ ഡിസൈൻ ചെയ്യാനായിരിക്കും ക്വസ്റ്റ്യന് പറയുന്നത്. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനായിട്ട് ഒരു 8 മാർക്കിനോ 10 മാർക്കിനോ ഒക്കെ ചോദിക്കാറുണ്ട്. ഡിസൈൻ ആ കനാൽ വിത്ത് സം കുറച്ച് പാരാമീറ്റേഴ്സൊക്കെ തരും. അത് വെച്ച് അല്ലെങ്കിൽ ലേസീസ് തിയറം വെച്ച് അത് ഡിസൈൻ ചെയ്യാനായിരിക്കും പറയുന്നത്. അപ്പോൾ ആ ഡിസൈൻ ചെയ്യുന്നതിൻ്റെ കുറച്ച് സ്റ്റെപ്സ്, ആ പ്രൊസീജിയറാണ് ഈ പറയുന്നത്. അതാണ് അതിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് നമ്മൾ വെലോസിറ്റി കണ്ടുപിടിക്കുകയാണ്. അതാണ് കാൽക്കുലേറ്റ് ദി വെലോസിറ്റി ഫ്രം ഇക്വേഷൻ എന്ന് പറയുന്നത്. വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഈ പറഞ്ഞിരിക്കുന്നത്. v=q(f²) 140(1/6). അല്ല, ക്യൂ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം, ഡിസ്ചാർജ് ആണ് ക്യൂമെക്സ്. വി എന്നുള്ളത് വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ് അറിയാം. എഫ് എന്നുള്ളത് സിൽറ്റ് ഫാക്ടറാണ്. അതാണ് എഫ് ഈസ് ദി സിൽറ്റ് ഫാക്ടർ ഗീവൺ ബൈ F = 1.76 × √d mm എന്ന് പറയുന്നുണ്ട്.
അതായത് ക്വസ്റ്റ്യനിൽ സിൽറ്റ് ഫാക്ടർ എത്രയാണെന്ന് തരും. ഇൻ കേസ് അത് തന്നിട്ടില്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ വെച്ച് എഫ് കണ്ടുപിടിക്കുക. 1.76 ഇൻറ്റു റൂട്ട് ഓഫ് ഡി എം എം എന്നുള്ളത് ആവറേജ് പാർട്ടിക്കിൾ സൈസ് ഇൻ മില്ലിമീറ്റർ ആണ്. അപ്പോൾ അത് ഓർത്ത് വെക്കുക. വെലോസിറ്റിയുടെ ഇക്വേഷൻ, വെലോസിറ്റി കണ്ടുപിടിച്ച് കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് ഹൈഡ്രോളിക് മീൻ ഡെപ്ത് കണ്ടുപിടിക്കണം. ഹൈഡ്രോളിക് മീൻ ഡെപ്ത് എന്നൊക്കെ ഉള്ളത് നിങ്ങൾ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഹൈഡ്രോളിക് മീൻ ഡെപ്ത് ഈസിക്കൽ ഏരിയ ബൈ പെരിമീറ്റർ എന്നുള്ള ആ സെയിം കൺസെപ്റ്റ് തന്നെയാണിത്. R ഈസിക്കൽ ടു 5/2 ഇൻറ്റു v²/f. പിന്നെ അതിനകത്ത് ഏരിയ കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് അറിയാം, ഡിസ്ചാർജ് ഡിവൈഡ് ബൈ വെലോസിറ്റി ചെയ്ത് കഴിഞ്ഞാൽ ഏരിയ കിട്ടും. പിന്നെ വെറ്റഡ് പെരിമീറ്റർ ഉണ്ട്. വെറ്റഡ് പെരിമീറ്റർ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷനാണിത്. P ഈസിക്കൽ ടു 4.75 റൂട്ട് ക്യൂ. അപ്പോൾ നിങ്ങൾക്ക് പെരിമീറ്ററും ഏരിയയും കിട്ടിക്കഴിഞ്ഞാൽ, നമ്മളിത് ഒരു കനാൽ ഡിസൈൻ ചെയ്യാനാണെന്ന് പറഞ്ഞു. കനാൽ എന്നുള്ള എല്ലാം ട്രപ്പീസോയിഡൽ ഷേപ്പായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആ ട്രപ്പീസോയിഡിൻ്റെ ഏരിയയും പെരിമീറ്ററും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ഡൈമെൻഷൻസ്, അതായത് ഏരിയയും പെരിമീറ്ററും കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡെപ്തും വിഡ്ത്തും അത് നിങ്ങൾ കണ്ടുപിടിക്കണം. അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ള ഡയറക്റ്റ് ഇക്വേഷനാണ് ഈ തന്നിരിക്കുന്നത്. ഡെപ്തും വിഡ്ത്തും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഈ തന്നിരിക്കുന്നത്. ആദ്യം ഡെപ്ത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. പെരിമീറ്റർ ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അടുത്ത ഡെപ്ത് ഈസിക്കൽ ടു P മൈനസ് റൂട്ട് ഓഫ് P² മൈനസ് 6.9448 ഡിവൈഡ് ബൈ 3.742 നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ഡെപ്ത് കണ്ടുപിടിച്ചാൽ പിന്നെ വിഡ്ത്ത് അല്ലെങ്കിൽ ബ്രെഡ്ത്ത് കണ്ടുപിടിക്കുകയാണ്. B ഈസിക്കൽ ടു P മൈനസ് റൂട്ട് 5 ഇൻറ്റു D എന്നുള്ള ഇക്വേഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏരിയയും പെരിമീറ്ററും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഡൈമെൻഷൻസ് നിങ്ങൾക്ക് ഈ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാം. ഇനി ഇൻ കേസ് ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്കല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കാരണം ഒരു ട്രപ്പിസോയിഡിൻ്റെ ഏരിയയും പെരിമീറ്ററും എന്തുവാണെന്ന് നിങ്ങൾക്കറിയാം. ആ ട്രപ്പിസോയിഡിൻ്റെ ഏരിയയും പെരിമീറ്ററും അറിയാമെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ ഏരിയയും പെരിമീറ്ററും ഡയറക്റ്റായിട്ട് ഇക്വേഷനിൽ നിന്ന് കിട്ടിയെങ്കിൽ ആ ഒരു രണ്ട് ഇക്വേഷൻ വെച്ച് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനൊക്കെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈ സെയിം ആൻസർ ഡെപ്ത് ഡിയും ബിയും ഒക്കെ നിങ്ങൾക്ക് സെയിം ആയിട്ട് തന്നെയായിരിക്കും കിട്ടുന്നത്. ഇനി അതല്ല, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ഇക്വേഷൻ കാണാൻ പഠിച്ച് വെക്കുക. ഇക്വേഷൻ കാണാൻ പഠിച്ച് വെച്ചാൽ ഡയറക്റ്റായിട്ട് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇനി knowing these values, the channel section is known, and finally the bed slope S is determined by the equation. അത് ബെഡ് സ്ലോപ്പ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ബെഡ് സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് S ഈക്വൽ ടു F⁵5/3 ഡിവൈഡ് ബൈ 3340 Q⁻1/6 എന്നുള്ള F എന്നുള്ള സിൽറ്റ് ഫാക്ടറാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഈ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യനിൽ ഡിസൈൻ ആൻഡ് ഇറിഗേഷൻ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വെലോസിറ്റി, ഹൈഡ്രോളിക് മീൻ ഡെപ്ത്, ഏരിയ, പെരിമീറ്റർ, പിന്നെ ഡൈമെൻഷൻ, വിഡ്ത്ത്, ഡെപ്ത്, സ്ലോപ്പ് അടക്കം നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം. ഇക്വേഷൻ അറിയാമെങ്കിൽ മാത്രമേ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇക്വേഷൻ മറന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വേറെ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇക്വേഷനൊക്കെ ഈ ഒരു സ്റ്റെപ്പ് ഇതുപോലെ തന്നെ പഠിച്ചു വെക്കുക. ഇപ്പോൾ ഇതിലെ ഫസ്റ്റ് പ്രോബ്ലം നോക്കുക. ഡിസൈൻ ആൻഡ് ഇറിഗേഷൻ ചാനൽ ഇൻ അലുവിയൽ സോയിൽ ഫ്രം ദി ഫോളോയിങ് ഡാറ്റ യൂസിങ് ലൈസിസ് തിയറി. ഡിസ്ചാർജ് വന്നിട്ടുണ്ട് 15 ക്യുമെക്സ്. ലൈസിസ് സിൽറ്റ് ഫാക്ടർ F1 വന്നിട്ടുണ്ട്. സൈഡ് സ്ലോപ്പ് 1/2 വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ, കഴിഞ്ഞ ഡിസൈൻ പ്രൊസീജിയറിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ആദ്യം V കണ്ടുപിടിക്കുക. Q⁴ ഡിവൈഡ് ബൈ 140⁻⁴ എന്നുള്ളത്. അതിനകത്ത് Q എന്നുള്ള ഡിസ്ചാർജ് വന്നിട്ടുണ്ട്. F എന്നുള്ളത് സിൽറ്റ് ഫാക്ടറാണ് 1 വന്നിട്ടുണ്ട്. ഡിവൈഡ് ബൈ 140 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെലോസിറ്റി കിട്ടും. ഇനി അടുത്ത ഏരിയ ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഏരിയ എന്നുള്ള Q/V. Q/V എന്നുള്ളതാണ്. Q നിങ്ങൾക്കറിയാം 15, V എന്നുള്ളത് നിങ്ങൾക്ക് നേരത്തെ കണ്ടുപിടിച്ചു. അത് വെച്ച് ഏരിയ കിട്ടും. ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ പെരിമീറ്റർ കണ്ടുപിടിക്കുക. 4.75 ഇൻറ്റു റൂട്ട് ക്യൂ വെച്ച് നിങ്ങൾക്ക് പെരിമീറ്റർ കിട്ടും. ആ പെരിമീറ്ററാണ് ഈ ചെയ്തിരിക്കുന്ന 18.4 എന്ന് കിട്ടുന്നത്. അപ്പോൾ ഏരിയയും പെരിമീറ്ററും കിട്ടിക്കഴിഞ്ഞാൽ ഡൈമെൻഷൻസ് കണ്ടുപിടിക്കുക. അതായത് ഡെപ്തും വിഡ്ത്തും കണ്ടുപിടിക്കുക. എൻ്റെ രണ്ട് ഇക്വേഷൻ വെച്ച് ഡയറക്റ്റായിട്ട് ഡെപ്ത് 1.36 വിഡ്ത്ത് 15.36 കിട്ടും. അടുത്ത നിങ്ങൾ ഹൈഡ്രോളിക് മീൻ ഡെപ്താണ് കണ്ടുപിടിക്കാനുള്ളത്. R ഈസിക്കൽ ടു 5/2 V²/F ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രോളിക് മീൻ ഡെപ്ത് കിട്ടും. പിന്നെ S സ്ലോപ്പ്, സൈഡ് സ്ലോപ്പ് എത്ര എന്നുള്ളതാണ് ഫൈനലായിട്ട് കണ്ടുപിടിക്കാനുള്ളത്. സെയിം ഇക്വേഷൻ തന്നെ വെച്ച് 1/5245 നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മാത്രമേ പ്രോബ്ലം കംപ്ലീറ്റ് ആകത്തുള്ളൂ, അല്ലെങ്കിൽ ഡിസൈൻ കംപ്ലീറ്റ് ആകത്തുള്ളൂ. ഇതൊരു 8 മാർക്ക് അല്ലെങ്കിൽ 10 മാർക്കിന് വരുന്ന പ്രോബ്ലമാണ്. അപ്പോൾ നിങ്ങൾ ഈ ഡിസൈൻ പ്രൊസീജിയർ അത് അതുപോലെ തന്നെ പഠിച്ചു വെക്കുക. ആ ഡിസൈൻ പ്രൊസീജിയർ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഏത് പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ ഒരു സെക്കൻഡ് പ്രോബ്ലം നോക്കിക്കഴിഞ്ഞാൽ, സെക്കൻഡ് പ്രോബ്ലം ഏകദേശം ഇതുപോലെ തന്നെ. ദി സ്ലോപ്പ് ഓഫ് ആൻ ഇറിഗേഷൻ ചാനൽ ഈ 0.2/1000. അപ്പോൾ ക്വസ്റ്റ്യനിൽ ആദ്യം തന്നെ ബെഡ് സ്ലോപ്പ് വന്നിട്ടുണ്ട്. അതായത് എസ് നമ്മൾ നേരത്തെ അവസാനം കണ്ടുപിടിച്ച സ്ലോപ്പ് അതിവിടെ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. അത് 0.2/1000 എന്ന്, അതായത് 0.2/1000. അപ്പോൾ ഏകദേശം 1/5000 എന്നുള്ളത് കിട്ടും. അപ്പോൾ സ്ലോപ്പ് ഇവിടെ തന്നിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ ലൈസി സിൽറ്റ് ഫാക്ടർ 1 വന്നിട്ടുണ്ട്. ചാനൽ സൈഡ് സ്ലോപ്പ് 1/2 കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഫൈൻഡ് ദി ഫുൾ സപ്ലൈ ഡിസ്ചാർജ് ആൻഡ് ഡൈമെൻഷൻസ് ഓഫ് ദി ചാനലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫുൾ സപ്ലൈ ഡിസ്ചാർജ്, അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യനിൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കണം. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഡിസ്ചാർജ് തന്നിട്ടുണ്ടായിരുന്നു, സ്ലോപ്പ് നിങ്ങൾ കണ്ടുപിടിക്കുമായിരുന്നു. ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടെ സ്ലോപ്പ് തന്നിട്ടുണ്ട്, പകരം നിങ്ങൾ ഫുൾ സപ്ലൈ ഡിസ്ചാർജും പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം അതുപോലെ കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ നേരത്തെ അവസാനം ഉപയോഗിച്ച ആ ഒരു ഇക്വേഷൻ ഇവിടെ ആദ്യം ഉപയോഗിക്കുക. എസ് ഈക്വൽ ടു എഫ് ഐ റേസ്റ്റ് 3/3340 Q റേസ്റ്റ് 1/6 ആ ഒരു ഇക്വേഷൻ ഇവിടെ ആദ്യം തന്നെ യൂസ് ചെയ്യുക. അത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ആ ഇക്വേഷനിൽ നിന്ന് നിങ്ങൾക്ക് Q ആണ് കണ്ടുപിടിക്കാനുള്ളത്. എസ് തന്നിട്ടുണ്ട്, 1/5000 തന്നിട്ടുണ്ട്. അപ്പോൾ Q നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് Q ഈസ് ഈക്വൽ ടു 11.25 ക്യുമെക്സ് അല്ലെങ്കിൽ 11.25 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. അപ്പോൾ അതായിരുന്നു നിങ്ങൾക്ക് ആദ്യം കണ്ടുപിടിക്കാനുള്ളത്, ഫൈൻഡ് ദി ഫുൾ സപ്ലൈ ഡിസ്ചാർജ്. അത് നിങ്ങളിവിടെ ഫസ്റ്റ് തന്നെ കണ്ടുപിടിച്ചു. പിന്നെ എസ് കണ്ടുപിടിച്ചു. അടുത്തതെന്നുള്ളത് ഇതിനകത്ത് ചെയ്തിരിക്കുന്ന പോലെ നിങ്ങൾ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ അങ്ങ് ആ സെയിം പ്രൊസീജിയർ നിങ്ങളങ്ങ് ഫോളോ ചെയ്യുക. അതായത് ഫസ്റ്റ് നിങ്ങൾ വെലോസിറ്റി കണ്ടുപിടിക്കുക, കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ QF² / 140 ഹോൾ റേസ്റ്റ് 1/6. കാരണം അതിനകത്ത് Q നിങ്ങൾക്കറിയാം, എഫ് അറിയാം. അപ്പോൾ അതിൽ നിങ്ങൾ വെലോസിറ്റി കണ്ടുപിടിക്കുക. പിന്നെ അവിടെ നിങ്ങൾ ഏരിയ കണ്ടുപിടിക്കുക, കാരണം Q അറിയാം, V നിങ്ങൾക്കറിയാം, പെരിമീറ്റർ, പിന്നെ ബ്രെഡ്ത്തും ഡെപ്ത്തും. അപ്പോൾ അങ്ങനെ ആ ഒരു സെയിം പ്രൊസീജിയർ ഇവിടെയും ഫോളോ ചെയ്താൽ മതി. ഇവിടെ ആകെ ഒരു വ്യത്യാസമേ വരുന്നുള്ളൂ. ഇവിടെ സ്ലോപ്പ് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്, നമ്മൾ ഡിസ്ചാർജ് ആദ്യം കണ്ടുപിടിച്ചു. എന്നിട്ട് ഇവിടെ ഒരു വേറൊരു ഇക്വേഷനാണ് ഇവർ എടുത്തിരിക്കുന്നത്. ഇവിടെ 6 കണ്ടുപിടിക്കാൻ അവർ വേറൊരു ഇക്വേഷൻ എടുത്തു. നമുക്കതൊന്നും വേണ്ട. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തിരിക്കുന്ന ആ സെയിം പ്രൊസീജിയർ ഇവിടെ അങ്ങ് ഫോളോ ചെയ്യുക. ഫസ്റ്റ് വെലോസിറ്റി കണ്ടുപിടിക്കുക, പിന്നെ ഏരിയ കണ്ടുപിടിക്കുക, പിന്നെ പെരിമീറ്റർ, അത് രണ്ടും കണ്ടുപിടിച്ചാൽ പിന്നെ ഡെപ്ത്തും കിട്ടും, ബ്രെഡ്ത്തും കിട്ടും. പിന്നെ ലാസ്റ്റ് അവിടെ 6 കണ്ടുപിടിക്കുക, ഹൈഡ്രോളിക് മീൻ ഡെപ്ത്ത്. പിന്നെ സ്ലോപ്പിലോട്ട് വരണ്ട, കാരണം സ്ലോപ്പ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ഇത് ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഡെപ്ത്ത് 1.153യും ബ്രെഡ്ത്ത് 13.35 എന്നുള്ളതും കിട്ടും. ഇനി ഇതിനകത്തുള്ള ഒരു പോർഷൻ എന്നുള്ള ഡ്രോബാക്സ് ആണ്. ഡ്രോബാക്സ് ഇൻ ലേസീസ് തിയറിയാണ്. അപ്പോൾ ഫസ്റ്റ് വൺ, ദി കൺസെപ്റ്റ് ഓഫ് ട്രൂ റെജീം ഈസ് ഓൺലി തിയറിക്കൽ ആൻഡ് കനോട്ട് ബി അച്ചീവ്ഡ് പ്രാക്ടിക്കലി. അതാണ് നേരത്തെ പറഞ്ഞത്. ഈ ട്രൂ റെജീമിൻ്റെ കേസിൽ ജസ്റ്റ് ഒരു തിയറിറ്റിക്കൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതൊരു ഇമാജിനറി ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്, അതൊരിക്കലും റിയലിസ്റ്റിക് അല്ല. അതാണ് ആൻഡ് കനോട്ട് ബി അച്ചീവ്ഡ് പ്രാക്ടിക്കലി എന്ന് പറയുന്നത്. പിന്നെ ദി കോൺസെൻട്രേഷൻ ഓഫ് സിൽറ്റ് ഈസ് നോട്ട് ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. പിന്നെ സിൽറ്റ് ഗ്രേഡ് ആൻഡ് സിൽറ്റ് ചാർജ് ആർ നോട്ട് ക്ലിയർലി ഡിഫൈൻഡ്. പിന്നെ ദി ഇക്വേഷൻസ് ആർ എംപിരിക്കൽ ആൻഡ് ബേസ്ഡ് ഓൺ ദി അവൈലബിൾ ഡേറ്റ ഫ്രം എ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ചാനൽ. അതായത് ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ചാനൽ മാത്രം സ്റ്റഡി ചെയ്തിട്ട് ആ സ്റ്റഡി ചെയ്തതിൻ്റെ ബേസിസിലാണ് ഇവർ കുറേ ഇക്വേഷൻസ് ഫോം ചെയ്തിരിക്കുന്നത്. അല്ല എല്ലാ ടൈപ്പിലുള്ള ചാനൽസ്, ഇപ്പോൾ ഇവിടെ നമ്മൾ ട്രപ്പിസോഡൽ ചാനലിൻ്റെ കേസാണ് ഇവർ നോക്കുന്നത്. അല്ല എല്ലാ ടൈപ്പിലുള്ള ചാനൽസിലും ഒരു സ്റ്റഡി നടത്തിയിട്ടല്ല അവർ ഇക്വേഷൻസ് കണ്ടുപിടിക്കുന്നത്. അതാണ് ഇക്വേഷൻസ് ആർ എംപിരിക്കൽ എന്ന് പറയുന്നത്. പിന്നെ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റെജീം ഓഫ് ചാനൽ മേ നോട്ട് ബി സെയിം ഫോർ ഓൾ കേസസ്. അതാണ് നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കേസിലുള്ള ചാനൽസിനും ഈ സെയിം ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കത്തില്ല വരുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഡ്രോബാക്സ് ഇൻ ലേസീസ് തിയറി. ഈ ഒരു 5 പോയിൻറ്റും പഠിച്ചു വെക്കുക.